ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞങ്ങൾ ഇന്ന് രഞ്ജിത്തേൻ്റെ കൂടെ പുറത്തോട്ട് പോയി. രഞ്ജിത്തേട്ട സൈറ്റിൻ്റെ ആവശ്യത്തിനായിട്ട് പോയപ്പോൾ ഞങ്ങളെയും കൂട്ടി. അപ്പോൾ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ ഞങ്ങൾ കൂടെ കൊണ്ടുപോകും. അപ്പോൾ ഞങ്ങൾ സൈറ്റെല്ലാം കണ്ടിട്ട് ഓണറിൻ്റെ വീട്ടിൽ പോയി. അവിടെ പോയി ഡ്രോയിങ്ങിൻ്റെ കാര്യങ്ങളും ഒക്കെ രഞ്ജിത്തേട്ട ഇന്ന് സംസാരിക്കുകയായിരുന്നു. അപ്പോൾ അവിടെ ചെന്നപ്പം ചായയും കഴിക്കാൻ കുറേ പലഹാരങ്ങളും ഒക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. ഞങ്ങളതെല്ലാം കഴിച്ചിട്ട് അവിടെ ഇരുന്നു. അവരവിടെ ഡ്രോയിങ്ങും ഒക്കെ സംസാരിക്കുകയൊക്കെ ആയിരുന്നു. കണ്ണൂന് പിന്നെ എവിടെ ചെന്നാലും കൂട്ടുകാരെ കിട്ടും. അവരാദ്യം അവനോട് വലിയ മൈൻഡൊന്നും ചെയ്തില്ല. അപ്പോൾ പേര് ചോദിച്ചപ്പോൾ ഒന്നും പേര് പറയാൻ പറ. അപ്പോൾ എന്നോട് വന്ന് ചോദിച്ചു, അമ്മ ഞാൻ ചോക്ലേറ്റ് കൊടുക്കട്ടെ? ഞാൻ പറഞ്ഞു കൊടുത്തോളാൻ പറഞ്ഞു. അങ്ങനെ ചോക്ലേറ്റ് കൊടുത്തപ്പോൾ അവൻ വന്ന് ചെന്ന് പേര് ചോദിച്ചു. അപ്പോൾ അവർ പേര് കൂട്ടായി കളി. കണ്ണൂരിന്റെ ക്ലാസ്സിൽ തന്നെ LKG-യിലാ. ആ കൊച്ചു കുഞ്ഞിന് അവൻ നേരത്തെ തന്നെ ഡോറാബുജിന്ന് പേരിട്ടായിരുന്നേ. അങ്ങനെ മൈൻഡ് ചെയ്യാത്തവരെ അവൻ ചോക്ലേറ്റ് കൊടുത്ത് മയക്കി പേരും പറയിച്ച് കളിയും തുടങ്ങി. അവർ പിന്നെ അവിടെ ഇരുന്ന് കളിയൊക്കെയായിരുന്നു. ഞങ്ങൾ പിന്നെ ഇരുട്ടാറൊക്കെ ആയി ഇറങ്ങിയപ്പോൾ സൂര്യനൊക്കെ അസ്തമിച്ചായിരുന്നു. നല്ല ഭംഗിയുണ്ടായിരുന്നു. നല്ലൊരു വൈബായിരുന്നു അതുവഴി പോയപ്പോൾ. ഞങ്ങൾ പിന്നെ കുറേ ഇങ്ങനെ കഴിഞ്ഞപ്പോൾ അവിടെ കടലൊന്ന് കാണാൻ വേണ്ടി ഞാൻ കുറച്ച് നേരം വണ്ടി നിർത്തി ഞങ്ങളൊന്ന് കുറച്ച് നേരം ഇറങ്ങി നിന്നു. കണ്ണൂന് കടലിലൊക്കെ ഒന്ന് ഇറങ്ങി കാല് നനയ്ക്കണമെന്നൊക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞു ഷൂ നനഞ്ഞാൽ പിന്നെ അച്ഛ വഴക്ക് പറയുമെന്ന് പറഞ്ഞുകൊണ്ട് അവന് മനസ്സോടെ കയറി ഇങ്ങ് പോന്നു. പിന്നെ ഒരു വിധമാണ് അവിടെ നിന്നൊന്ന് മാറ്റി കൊണ്ടുവന്നത്. നല്ല വേലിയേറ്റ സമയമായിരുന്നു അത്. തിരയെല്ലാം നമ്മൾ നിൽക്കുന്നിടത്തോട്ട് തന്നെ ഇങ്ങ് കയറി വരുമായിരുന്നു. വേലിയേറ്റം പൊതുവെ കൂടുതലുള്ള പ്രദേശമാണത്. അതുകൊണ്ട് കടലിൻ്റെ സൈഡിലുള്ള വീടുകളിലൊക്കെ തിരമാല അടിച്ച് പകുതിയും എല്ലാം പൊളിഞ്ഞു പോയ വീടുകളാണ്. അതുകൊണ്ട് തന്നെ അവിടെ നിന്നും ആൾക്കാരെയൊക്കെ മാറ്റി പാർപ്പിച്ചിരിക്കുന്ന സ്ഥലമാണത്. വരുന്ന വഴി വീടുകളൊക്കെ ഉണ്ടെങ്കിലും അവിടെ ആരും താമസമൊന്നുമില്ല. അതൊക്കെ കഴിഞ്ഞ് കടലൊക്കെ കണ്ട് നേരെ ഞങ്ങൾ തിരുവല്ല KFC-യിലേക്ക് വന്ന് കയറി. അവിടെ ആണെങ്കിൽ നല്ല തിരക്കായിരുന്നു. കണ്ണു പിന്നെ വണ്ടിയിലിരുന്ന് ഉറങ്ങി. അതിൻ്റെ ഉറക്കക്ഷീണത്തിൽ അങ്ങനെ ഞങ്ങൾ സാധനം എല്ലാം ഓർഡർ ചെയ്തിട്ട് അവിടെ വെയിറ്റ് ചെയ്തിരിക്കുക. നല്ല തിരക്കായതുകൊണ്ട് തന്നെ നല്ല താമസവും എടുത്തു ഓർഡർ ചെയ്തത് കിട്ടാൻ വേണ്ടി. അങ്ങനെ ഓർഡർ ചെയ്ത സാധനം വന്നു. ഞങ്ങൾ കഴിക്കാൻ തുടങ്ങി. അത്യാവശ്യം നല്ല ഫുഡായിരുന്നു അവിടുത്തേത്. അങ്ങനെ ഇന്നത്തെ ദിവസമൊക്കെ അങ്ങ് പെട്ടെന്ന് പോയി. ഞങ്ങൾ പിന്നെ ഒരു 9:30 ആയി അവിടുന്ന് ഇറങ്ങിയപ്പോൾ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റാ, ബൈ ബൈ, സീ യു.